Hello students, now we are starting our fourth semester and the subject is International Finance. So, finance is a very familiar topic for us, isn't it? സോ ഫിനാൻസ് എന്ന് നമ്മൾ പറയുമ്പം നമ്മൾ ഡൊമസ്റ്റിക് കമ്പനികളുടെ ഫിനാൻസ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ഇൻ്റർനാഷണൽ ഫിനാൻസ് എന്ന് പറയുമ്പോൾ അതെന്താണ്? അത് അക്രോസ് ദ ബോർഡർ ക്രോസ് ചെയ്ത് 2 or more കൺട്രീസിൻ്റെ ഇൻ്റർനാഷണൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എക്കണോമിക്കൽ മോണിറ്ററി ആൻഡ് മാക്രോ എക്കണോമിക് ഇൻ്റർ റിലേഷൻസ് പഠിക്കുമ്പോഴാണ് അത് ഇൻ്റർനാഷണൽ ഫിനാൻസ് ആവുന്നത്. നമ്മുടെ കൺട്രിയിൽ നിന്ന് മാറി ഡൊമസ്റ്റിക് മാറി പുറത്തുള്ള കൺട്രികളുമായിട്ടുള്ള ഇൻ്റർ റിലേഷൻഷിപ്പ്, പുറത്തുള്ള കൺട്രികളുടെ ഇൻ്റർ റിലേഷൻഷിപ്പ് ഇൻ ദ മാറ്റർ ഓഫ് ബിസിനസ് ആൻഡ് ഫിനാൻസ്, ആ ഒരു ഏരിയയിലുള്ള സ്റ്റഡിയാണ് ഇൻ്റർനാഷണൽ ഫിനാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, യു ക്യാൻ സീ ഫസ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് ദ ബേസിക്സ് ഓഫ് ഇൻ്റർനാഷണൽ ഫിനാൻസ്. ഇൻ്റർനാഷണൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ ഡൊമസ്റ്റിക് കൺട്രി വരുന്നില്ല. ഡൊമസ്റ്റിക് കൺട്രി വരുന്നുണ്ട്. ഡൊമസ്റ്റിക് കൺട്രീൻ്റെ കൂടെ നമുക്ക് ഡിഫറെൻറ്റ് നേഷൻസ്, ഇൻ്റർനാഷണൽ ബോർഡേഴ്സ് ക്രോസ് ചെയ്ത് വരുന്ന ഡിഫറെൻറ്റ് കൺട്രീസ് വരുന്നുണ്ട്. അപ്പോൾ ഫിനാൻസുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് നമ്മൾ ഇൻ്റർനാഷണൽ ബിസിനസ് പഠിച്ചിരുന്നു അല്ലേ. ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലോബലി നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പറയും ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഫിനാൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് സ്ട്രിക്ട്ലി റിലേറ്റഡ് ടു മണി, മോണിറ്ററി ബേസിസിലാണ് നമ്മൾ ഫിനാൻസിനെ പറയുക. അപ്പം ഡിഫറെൻറ്റ് റേറ്റ്സ് ആണ്, ഡിഫറെൻറ്റ് കറൻസീസ് ആണ്, ഡിഫറെൻറ്റ് എക്കണോമിക് യൂണിയനുകളുണ്ട്, ഒക്കെ നമുക്കറിയാം. അപ്പം ആ ഒരു ഏരിയകളിൽ ഡിഫറെൻറ്റ് കസ്റ്റം യൂണിയൻ ഉണ്ട്, എക്കണോമിക് യൂണിയൻ ഉണ്ട്, ട്രേഡ് യൂണിയനുകളുണ്ട്, ഇഷ്ടംപോലെ ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട് ഇൻ്റർനാഷണലി വർക്ക് ചെയ്യുന്ന. അപ്പോൾ ആ ഒരു ഓർഗനൈസേഷൻ്റെ ഒക്കെ ബേസിസിൽ ഡിഫറെൻറ്റ് കറൻസികളാണ് ഡിഫറെൻറ്റ് ഏരിയകളിൽ ഡീൽ ചെയ്യുന്നത്. ആ കറൻസീൻ്റെ ഒക്കെ ബേസിസിലാണ് നമ്മൾ ഇൻ്റർനാഷണൽ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഡീൽ ചെയ്യുന്നത്. അതായത് ശരിക്കും ഇതൊരു എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പേപ്പറാണ്. മോണിറ്ററി മാക്രോ എക്കണോമിക്കിലൊക്കെ വരുന്നൊരു പേപ്പറാണ്. ബിക്കോസ് വി ആർ സ്റ്റഡിയിങ് ദ മാക്രോ എക്കണോമിക് ഇൻ്റർ റിലേഷൻഷിപ്പ്. ഓക്കെ, സോ ഡിഫറെൻറ്റ് കറൻസി, അതിൻ്റെ എക്സ്ചേഞ്ച് റേറ്റുകൾ, ദെൻ രണ്ട് കൺട്രികൾ തമ്മിലാണെങ്കിൽ അതിൻ്റെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റുകൾ, ദെൻ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ, ദെൻ ഗ്ലോബൽ ഫിനാൻഷ്യൽ സിസ്റ്റം, ദെൻ രണ്ട് കൺട്രീസ് തമ്മിലുള്ള ട്രേഡ് ഡെഫിസിറ്റുകൾ, ട്രേഡ് റിലേഷൻഷിപ്സ്, പിന്നെ ആ കൺട്രികളിൽ തമ്മിൽ എന്തെങ്കിലും ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഓർ എക്സ്റ്റേർണൽ കോൺഫ്ലിക്റ്റുകൾ നിലനിൽക്കുന്നുണ്ടോ, അങ്ങനെ ഉള്ള എല്ലാ കാര്യങ്ങളും ഗ്ലോബലി ഡീൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ ഫിനാൻസിൽ കാണുന്നത്. ആൻഡ് വൺ മോർ തിങ് ഈസ്, ഇതിന് എല്ലാത്തിനും അത് ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷമാണ് ഇൻ്റർനാഷണൽ ബിസിനസ്, ഇൻ്റർനാഷണൽ ഫിനാൻസ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ മെച്ചപ്പെടാൻ തുടങ്ങിയത്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഗ്ലോബലി നമ്മൾ ബിസിനസ് ആക്ട് ചെയ്യുമ്പം അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചില ഓർഗനൈസേഷൻസ് ഉണ്ട്. ഈ ഒരു ഡിഫറെൻറ്റ് കൺട്രീസ് തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകൾ എറൈസ് ചെയ്യുമ്പം, അല്ലെങ്കിൽ അത് തമ്മിലുള്ള റേറ്റുകൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ഇതിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻ്റർനാഷണൽ ഫിനാൻസ് എന്ന് പറയുന്നത്. So we can see the meaning of international finance. What is international finance? It's just a branch of financial economics where we are dealing the monetary and macroeconomic interrelationship between two countries. അപ്പം രണ്ട് കൺട്രീസ് തമ്മിൽ, വിത്തിൻ ദ കൺട്രി ആണെങ്കിൽ നമ്മൾ ഇൻ്റർനാഷണൽ എന്ന് പറയില്ല, ഔട്ട്സൈഡ് ദ കൺട്രിയിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഇൻ്റർനാഷണൽ എന്ന് പറയുക. അപ്പം രണ്ട് കൺട്രികൾ തമ്മിലുള്ള ഇൻ്റർ റിലേഷൻഷിപ്പാണ് നമ്മൾ പഠിക്കുന്നത്. ഇൻ വാട്ട് സെൻസ്? ഇൻ ദ മോണിറ്ററി ആൻഡ് മാക്രോ എക്കണോമിക് സെൻസ്. ഓക്കെ, അപ്പോൾ ഇൻ്റർനാഷണൽ ഫിനാൻസ് എന്തൊക്കെയാണ് എക്സാമിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണത് ഡീൽ ചെയ്യുന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്താ? ഇൻ്റർനാഷണൽ മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ സിസ്റ്റംസ്, നമുക്ക് വേൾഡ് വൈഡ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സിസ്റ്റംസ് ആൻഡ് അതോറിറ്റീസ്. ഓക്കെ, ദെൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. നമ്മൾ എല്ലാ കൺട്രികൾക്കും ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് ഡെഫിസിറ്റ് ആണോ അതെയോ
സർപ്ലസ് ആണോ എന്ന് നോക്കുന്നത്. ബാലൻസ് ഓഫ് ട്രേഡ് ഉണ്ട്, ബാലൻസ് ഓഫ് പേയ്മെൻ്റ് ഉണ്ട്, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ദെൻ എക്സ്ചേഞ്ച് റേറ്റുകളുണ്ട്. ഓരോ കറൻസി, ഇപ്പോൾ ഗ്ലോബൽ കറൻസികളുണ്ട്, അതേപോലെ ഹാർഡ് കറൻസി, സോഫ്റ്റ് കറൻസി ഒക്കെ ഉണ്ട്. അപ്പം എക്സ്ചേഞ്ച് റേറ്റുകൾ ഓരോ കറൻസിക്കും ഓരോ ഏരിയയിൽ ഡിഫറെൻറ്റ് റേറ്റുകളാണ്. സോ ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു കറൻസി എന്ന് നമ്മൾ പറയുന്നത് എന്താണ്? ഹാർഡ് കറൻസി, US$ ഒരു ഹാർഡ് കറൻസിയാണ്. അപ്പം എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ എപ്പോഴും തുലനം ചെയ്യുന്നത് US$ആയിട്ടായിരിക്കും. ഓക്കെ. ദെൻ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ, അതായത് നമ്മൾ ഫോറിൻ കൺട്രിയിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ദെൻ ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന ഒന്നുകൂടിയാണ് ഈ കോൺഫ്ലിക്റ്റ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷൻസ്. അപ്പോൾ IMF ഉണ്ട്, WTO ഉണ്ട്, ഉണ്ട്. ഗട്ട് റീപ്ലേസ് ചെയ്താണ് നമുക്ക് WTO വന്നതെന്ന് നിങ്ങൾക്കറിയാം. അതേപോലെയുള്ള ഓർഗനൈസേഷൻസ്. ദെൻ ഫിനാൻഷ്യൽ എയ്ഡ്സ് ആൻഡ് സപ്പോർട്ട്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേൾഡ് ബാങ്ക് ഉണ്ട് അല്ലേ. ഓക്കെ, അങ്ങനത്തെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓർഗനൈസേഷൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ള മൊത്തത്തിലുള്ള ഒരു സ്റ്റഡി അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫ് ഫിനാൻഷ്യൽ ഇക്കണോമിക്സ് ആണ് നമ്മൾ ഇൻ്റർനാഷണൽ ഫിനാൻസ് എന്ന് പറയുന്നത്. We all know we are living in a globalized world. ഗ്ലോബലൈസേഷൻ അതിൻ്റെ പീക്കിൽ നിൽക്കുകയാണ് ഇപ്പം. സോ ഗ്ലോബലൈസേഷനൊക്കെ ഇങ്ങനെ ഫ്ലറിഷ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇൻ്റർനാഷണൽ ഫിനാൻസിനൊക്കെ ഇത്രയ്ക്ക് ഇമ്പോർട്ടൻസ് വരുന്നത്. നമുക്കൊരു കൺട്രിയിൽ തന്നെ ഒതുങ്ങി നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എത്തനോസെൻട്രിക്, പോളിസെൻട്രിക് എന്നൊക്കെ പറഞ്ഞൊരു ടൈപ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പം അങ്ങനെ ഡൊമസ്റ്റിക് കൺട്രിയിൽ മാത്രം നിന്നുകൊണ്ട് നമുക്ക് കമ്പനികൾക്ക് ഒരു ഡെവലപ്ഡ് നേഷനായിട്ട് മാറാൻ പറ്റില്ല. സോ മറ്റ് കൺട്രികൾക്കുമായിട്ട് അവർക്ക് സെല്ലിങ് ആൻഡ് ബൈയിങ്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ആക്ടിവിറ്റീസ് അവർക്ക് കണ്ടിന്യൂസ്ലി ക്യാരി ഔട്ട് ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ട്രേഡ് ചെയ്യപ്പെടുന്നത് കറൻസികളാണ്. അതായത് ഫോറിൻ കറൻസികളാണ് നമ്മൾ ട്രേഡ് ചെയ്യപ്പെടുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ ഈ എക്സ്ചേഞ്ച് റേറ്റുകളിൽ ഡിഫറൻസ് വരുന്നു. ആ ഡിഫറൻസിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രോബ്ലംസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓർഗനൈസേഷൻസ് വേണം. അല്ലെങ്കിൽ അതെന്ത് ചെയ്യും? കമ്പനികളുടെ അല്ലെങ്കിൽ കൺട്രികളുടെ കമ്പനിയിൽ നിൽക്കാൻ ഉപരി കൺട്രിയിലേക്ക് അത് മാറാൻ സാധ്യതയുണ്ട്. കൺട്രികളുടെ കോൺഫ്ലിക്റ്റുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പം an international system of finance helps to keep the peace between the nation in this globalized world. Without a system of regulating cross-border financial transaction, each nation would act in its own self-interest. അപ്പം പീസ്, രണ്ട് കൺട്രികൾ തമ്മിലുള്ള പീസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർനാഷണൽ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. So we can see what are the importance of international finance. ഇമ്പോർട്ടൻസ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എന്താണ്? ഇൻ ദ ഏരിയ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്. അപ്പം എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നതിൽ, അല്ല ഇൻഫ്ലേഷൻ്റെ സമയത്ത് ഒരു റേറ്റ്, അല്ലാത്തപ്പം വേറൊരു റേറ്റ്, അങ്ങനെയൊക്കെയാണ് നമ്മുടെ കറൻസികളിൽ റേറ്റ് വരാറുള്ളത്. ഇപ്പോൾ ഡോളർ എന്ന് പറയുന്നത് ഒരു ഹാർഡ് കറൻസിയാണെന്ന് പറയുന്നത്, അതിന് ഇൻ്റർനാഷണലി അധികം ഫ്ലക്ച്വേഷൻസ് വരാറില്ല. അതുകൊണ്ടാണ് നമ്മളൊരു ഗ്ലോബലി അക്സെപ്റ്റഡ് കറൻസി ആയിട്ട് $, മാറിയത്. സോ അങ്ങനെ ഒരു ഡോളർ കീപ്പ് ചെയ്തതിന് ശേഷം അതിനോട് നമ്മൾ അതിൻ്റെ ഒരു വാല്യൂ മെഷർ ചെയ്തിട്ടാണ് ബാക്കി കറൻസീസിൻ്റെയൊക്കെ വാല്യൂസ് നമ്മൾ ഡിസൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് റിലേറ്റീവ് മെഷറാണ് അല്ലേ. ഒരു കറൻസി സ്റ്റാൻഡേർഡായിട്ട് കീപ്പ് ചെയ്തിട്ട് അതിനോട് ബന്ധപ്പെടുത്തി നമ്മൾ മറ്റ് കറൻസികളുടെ വാല്യൂ നിശ്ചയിക്കുന്നു. അപ്പോൾ അതിനൊരു ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ഇൻ്റർനാഷണൽ ഫിനാൻസ്. ഓക്കെ, അപ്പോൾ ഈ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ സെക്കൻഡ് വൺ എന്താണ്? വേരിയസ് ഇക്കണോമിക് ഫാക്ടേഴ്സ് ഹെൽപ്പ് ഇൻ മേക്കിംഗ് ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്. അപ്പം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ, എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? അപ്പം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഫോറിനിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഏത് കൺട്രിയിൽ ഏത് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാ കൺട്രികളുടെയും ഫിനാൻഷ്യൽ പൊസിഷൻ അറിയണം. അങ്ങനെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയണമെങ്കിൽ നമുക്കതിൻ്റെ കമ്പനികളുടെ പ്രോഫിറ്റ് എന്താണ്, അവരുടെ ലോസ് ആൻഡ് ടേൺ ഓവേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയണം. അപ്പോൾ ഇൻ്റർനാഷണൽ ഫിനാൻസ് വന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ കമ്പനികളുടെ ഇങ്ങനത്തെ മാറ്റേഴ്സിലൊക്കെ കുറച്ച് ട്രാൻസ്പെറൻസി വന്നത്. എല്ലാവർക്കും
ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിലേക്ക് അത് എല്ലായിടത്തും ഡിസ്പ്ലേ ആകണം, ട്രാൻസ്പെറൻ്റ് ആകണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വന്നത് ഇൻ്റർനാഷണൽ ഫിനാൻസ് വന്നതിന് ശേഷമാണ്. ഓക്കെ, അപ്പം ഇൻവെസ്റ്റ്മെൻറ്റിന് നമുക്കൊരു ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിന് നമുക്ക് ഡിസിഷൻ എടുക്കാൻ ഇൻ്റർനാഷണൽ ഫിനാൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് തേർഡ് വൺ ഇസ് IFRൻ്റെ ഇൻട്രൊഡക്ഷൻ, IFRSൻ്റെ ഇൻട്രൊഡക്ഷൻ. അപ്പം IFRS എന്താണെന്ന് നമുക്കറിയാം അല്ലേ, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സിസ്റ്റമാണ്. സോ അവിടെ ഒരു സ്റ്റാൻഡേർഡ് കൊണ്ടുവരാൻ IFRSന് സാധിച്ചു. കാരണം എല്ലാ കൺട്രികളും ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളായിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ഇന്ത്യയിൽ IND AS ആയിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഇപ്പോൾ അത് എന്തിലേക്ക് മാറിയിട്ടുണ്ട്, IFRSലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം അവിടെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റി. കാരണം എന്താണ്, ഡിഫറെൻറ്റ് കൺട്രി ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അതിൽ റിപ്പോർട്ടിംഗ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു കമ്പാരിസൺ പോസിബിൾ ആവില്ല. ഏത് കൺട്രിയിൽ ഏത് കമ്പനിയാണ് ബെറ്റർ എന്ന് നമുക്ക് കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം എന്താണ്, നിലവിൽ IFRS ഫോളോ ചെയ്യുന്ന എല്ലാ കൺട്രികളിലുള്ള എല്ലാ കമ്പനികളുടെയും നമുക്ക് പ്രോഫിറ്റ് നമുക്ക് വേണമെങ്കിൽ ഈക്വലി നമുക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാൻ മോർ ഈസിലി ആണ്. സോ അതിന് നമ്മളെ ഇൻ്റർനാഷണൽ ഫിനാൻസ് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഇസ് IFRSൻ്റെ കാര്യം തന്നെയാണ്. പിന്നെയുള്ള അഡ്വാൻറ്റേജ് എന്താ, IFRSൽ ഒരുപാട് സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ചില സ്റ്റാൻഡേർഡ്സൊക്കെ നമ്മളെന്താണ് മണി സേവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും IFRS ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കതിൽ നിന്ന് അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ രണ്ട് കൺട്രി രണ്ട് സിസ്റ്റമാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ബെനിഫിറ്റ് അവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഇൻ്റർനാഷണൽ ഫിനാൻസ് ഇത്രത്തോളം വളരാനുള്ള കാരണം എന്താണ്, ഗ്ലോബലൈസേഷൻ വന്നതുകൊണ്ടാണ്. ഗ്ലോബലൈസേഷൻ ഇല്ല, നമ്മൾ വിത്തിൻ ദ കൺട്രി മാത്രമേ ഡൊമസ്റ്റിക് ബിസിനസ്സുകൾ മാത്രമേ നടക്കുന്നുള്ളൂ എങ്കിൽ ഇൻ്റർനാഷണൽ ഫിനാൻസിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് അണ്ടർസ്റ്റാൻഡ് ദ ബേസിക്സ് ഓഫ് ഓൾ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആൻഡ് കീപ് ദ ബാലൻസ് ഇൻടാക്റ്റ് എമംഗ് ദം. നമുക്ക് എല്ലാ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെയും അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമ്മൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ബേസ് എന്താണ്, ഇൻ്റർനാഷണൽ ഫിനാൻസ് ആണ്. ദെൻ peace among the nation. Next one is an international finance system maintains peace among the nation. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പല രാജ്യങ്ങൾ തമ്മിൽ ഈ ബിസിനസ്സിൻ്റെ പേരിൽ വരാൻ സാധ്യതയുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ ഓർഗനൈസേഷൻ ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കുമായിരുന്നു അവസ്ഥ, നമ്മുടെ ചില കൺട്രീസ് ന്യായമായിട്ട് ബിസിനസ് ചെയ്യും, ചിലവർ അന്യായമായി ബിസിനസ് ചെയ്യും. അങ്ങനെ വളരെ വലിയൊരു കോൺഫ്ലിക്റ്റിലേക്ക്, ഒരു വേൾഡ് വാറിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പം അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനും പ്രോപ്പറായിട്ടുള്ള ആക്ഷൻസ്, പീനിയൽ ആക്ഷൻസ് എടുക്കാനും അവരെ ബാൻ ചെയ്യാനും ഒക്കെ ആയിട്ട് എന്താണ്, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് അവൈലബിൾ ആണ്. ദെൻ ഫൈനലി ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്, IMF, വേൾഡ് ബാങ്ക്, ദെൻ WTO, അങ്ങനത്തെ ഓർഗനൈസേഷൻസ്, മീഡിയേറ്റർ റോൾ ചെയ്യുന്ന അങ്ങനത്തെ ഓർഗനൈസേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്.